എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. അടുപ്പ് കത്തിക്കാൻ പോകും. കത്തി വെച്ചു, എണ്ണ ഒഴിക്കണു, ഓയിലാണ്. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുണ്ട് ആദ്യം. ഇഞ്ചി വെളുത്തുള്ളിട്ട് നമ്മുടെ സവാള ഇടുന്നുണ്ട്. ഒരു സവാളയുടെ വലിയ സവാള ഇടലുണ്ട്. ഒന്ന് വാടി വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, സവാള ഇട്ടു, രണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. ചിക്കൻ മസാല ഉണ്ട്. ഒരു സ്പൂൺ ചിക്കൻ മസാല, അര സ്പൂണ് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ചിക്കൻ മസാലയാണ് ഇടുന്നത്. കൊടുക്കാം. വാടി വന്നു നമുക്ക് തക്കാളി കൊടുക്കാം. തക്കാളി ഒരു തക്കാളിയാണ് ചെറിയത് അരിഞ്ഞത്. ഒരു അര സ്പൂണും കൂടെ മല്ലിപ്പൊടി ഉണ്ട്. അര സ്പൂൺ മല്ലിപ്പൊടി വറുത്ത് പൊടിച്ചാണ്. ചിക്കൻ കറി ഒഴിച്ചിട്ടുണ്ട്. കിഴി പൊറോട്ടയുടെ പ്രധാന കറി കിഴി പൊറോട്ടയുടെ കറി റെഡിയായി. നമുക്ക് എങ്ങനെ കിഴി പൊറോട്ട കെട്ടുന്നത് നോക്കാം. ഇല വാട്ടണം. എങ്ങനെ ഗ്യാസിൽ വാട്ടിയതാണ്. ഇല വാട്ടി വെക്കണം. ഇലയിൽ വേണം അപ്പം ടേസ്റ്റ്. 2-3 നേരം വെക്കുന്നുണ്ട്. വാഴയുടെ ഇല വാട്ടിയതാണ്. പൊറോട്ട പൊട്ടി എടുക്കുമ്പോഴേ നമുക്ക് കറി ഒഴിച്ച് കൊടുക്കാം. ഇനി പൊറോട്ട വയ്ക്കാൻ മേലെ വീണ്ടും കുറച്ച് കറി ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്നും കൂടെ വെച്ച് കൊടുക്കാം. കുറച്ചും കൂടി കറി ഒഴിക്കാം. ഞാൻ 4 എണ്ണം വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തു. നമുക്കിത് കെട്ടി കൊടുക്കാം. എങ്ങനെയാണുള്ളത് നമ്മുടേതായ രീതിയിലൊരു കെട്ടി വിടാം. ഇല വാട്ടിയില്ലെങ്കിൽ പൊട്ടിപ്പോവും, സൂക്ഷിക്കണം. വെള്ളത്തിൽ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തട്ട് വെച്ചിട്ടുണ്ട്. അതിന് മൂട വെച്ചത്. ഇനി ആവി വരട്ടെ. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മുടെ കിഴി പൊറോട്ട റെഡിയായി.
ഇല ചെറിയ ഇലയാണ്, അങ്ങനെ മേലെ കിഴിയും അങ്ങനെ നിൽക്കണം. ഇല ചെറിയ ഇല കൊണ്ടാണ്. അടച്ചു കൊടുക്കാം. 5 to 10 മിനിറ്റിനുള്ളിൽ നമുക്ക് എടുക്കാം. കൂട്ടാനും പൊറോട്ടൊക്കെ ആയതല്ലേ, നല്ല ആവി കയറിയ സെറ്റായി വരട്ടെ. അപ്പം അങ്ങനെ നമ്മുടെ കിഴി പൊറോട്ട റെഡിയായി. 5 to 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഹാഫാക്കി വെച്ചിട്ട് 5 മിനിറ്റായി. തുറന്നു. നമുക്ക് തുറന്നെടുത്ത് നോക്കാം. നല്ല സ്മൂത്തായിട്ട് നല്ല വെന്ത് നല്ല പഞ്ഞി പോലെ ആയിരുന്നു. അപ്പോൾ വീണ്ടും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.